ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദജ്ജാൽ ഏത് കാലത്ത് ജനിച്ചു എന്നതിനൊരു വ്യക്തമായ തെളിവ് നമുക്കറിയില്ല. പക്ഷെ ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് മുമ്പ് ദജ്ജാൽ ഭൂമിയിലുണ്ട്. ദജ്ജാലിനെ കുറിച്ച് അറിയുന്നവർ ഈ ഭൂമിയിൽ ഇന്നുണ്ട്. ദജ്ജാൽ എവിടെയുണ്ടെന്ന് അറിയുന്നവരും ഉണ്ടായിരിക്കും. ദജ്ജാലിന്റെ ആളുകൾക്ക് ദജ്ജാലിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ദജ്ജാൽ ഇന്ന് ഭൂമിയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുത്തു മുഹമ്മദ് മുസ്തഫ എന്ന ഭാഗത്തേക്ക് വരാം. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അവൻ ചെങ്ങലക്കിട്ടതായി പറയുന്നു. ചെങ്ങലക്കിടപ്പെട്ട ദജ്ജാലിനെ പറയുന്നുണ്ട്. ജനിച്ച വർഷം മുസ്തഫ നബി പറയുന്നുമില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് ജനിച്ചോ ഒരുപക്ഷെ അതിന്റെ വേരുകൾ നൂഹ് നബിയുടെ കാലത്തേക്ക് നീണ്ടിയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ തന്നെ അവൻ ഉണ്ടായിരിക്കാം. അതിനു മുമ്പ് ഉണ്ടോ ഇല്ല അല്ലാഹു അഅലം. പക്ഷെ ദജ്ജാൽ എന്നത് അവസാന കാലത്ത് മാത്രം പരിചയപ്പെടുന്ന ഒരാളല്ല. എന്തുകൊണ്ട് മാമിൻ നബിയിൻ ഇല്ലാഹു അൻദറ ഖൗമഹു അനിൽ അഅവരിൽ കദ്ദാബ് എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ ദജ്ജാലിനെ കുറിച്ച് ജനങ്ങളെ താക്കീത് ചെയ്ത് പറയാത്ത ഒരു നബിയും കടന്നു പോയിട്ടില്ല. ദജ്ജാൽ അവസാനം വരുന്ന ഒരാൾ മാത്രമാണെങ്കിൽ എന്താ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം ചിന്തിക്കണം. ദജ്ജാൽ അവസാനം മാത്രമുള്ള ഒരാളാണെങ്കിൽ, ദജ്ജാൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ് അവന്റെ പ്രയാസമെങ്കിൽ, ദജ്ജാൽ പ്രത്യക്ഷപ്പെടുക പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലാണല്ലോ. ഇതെല്ലാം നബിക്കും അറിയാമല്ലോ. പിന്നെ എന്തിന് ഒരു നബി തന്റെ ജനതയെ ഇൻദാർ ചെയ്തു? ദജ്ജാലിന്റെ സാന്നിധ്യം ആ നബിയുടെ കാലത്തില്ലെങ്കിൽ വളരെ തല കൊടുത്തിട്ട് ഇത് ചിന്തിക്കണം. ദജ്ജാൽ ഇറങ്ങുക ഇറങ്ങാതിരിക്കുക എന്നതല്ല. ദജ്ജാൽ ഇറങ്ങിയില്ലെങ്കിലും അവന്റെ സ്വാധീനം ഉണ്ടാകും. ഇറങ്ങുമ്പോൾ ഭയാനകമായ സന്ദർഭം ഉണ്ടാകും. പക്ഷെ അവൻ ഇറങ്ങിയില്ലെങ്കിലും അവന്റെ സാന്നിധ്യം ഭൂമിയിലുണ്ടാകും. അവനും ഇബ്ലീസും തമ്മിൽ സദാ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് രണ്ടിനും അനുയായികളുണ്ട് മനുഷ്യർക്കിടയിൽ. അവർ വിവിധങ്ങളായ ഭാഷാ നാമങ്ങളിൽ നമ്മുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അവർക്കുള്ള സംഘടനകളുടെ പേര് ഇംഗ്ലീഷായിരിക്കും. ചിലപ്പോൾ അവരുടെ സംഘടനയുടെ പേര് ലാറ്റിൻ ഭാഷയിലായിരിക്കും. ചിലപ്പോൾ അവരുടെ മൂവ്മെന്റിന്റെ പേര് ജർമ്മൻ ഭാഷയിലായിരിക്കും. ഏത് ഭാഷയിലായാലും അതൊക്കെ ദജ്ജാലിന്റെ ആളുകളാണ്. ദജ്ജാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഭൂമി മുഴുവൻ ചുറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇബ്ലീസ് വളരെ ഗൗരവമായി ചിന്തിക്കണം. ദജ്ജാൽ എവിടെയുണ്ടെന്ന് ഇബ്ലീസിന് അറിയാമല്ലോ. ദജ്ജാലിനെ പോയി കണ്ട സ്വഹാബികളെ പറ്റി പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ദജ്ജാലിനെ നേരിട്ട് കണ്ട തമീമുദ്ദാരിയെ പറ്റി പുണ്യ റസൂൽ പറഞ്ഞത് ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ കൊടുക്കുന്നുണ്ട്. നിഷേധിക്കുന്നതാരാ? ആർക്കായി നിഷേധിക്കാൻ കഴിയാം? ഈ ഹദീസിനൊന്നും ഇന്ന് വരെ ഒരാൾ എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. ദജ്ജാലിനെ നേരിട്ട് കണ്ട വ്യക്തി ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരും കൂട്ടുകാരും പോയിട്ട് ദജ്ജാലിനെ കണ്ട ഭാഗം പറയുന്നുണ്ട്. ആ വിഷയം വർണ്ണിക്കുന്നുണ്ട്. മുന്നേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് സംബന്ധിച്ച് പറഞ്ഞ ഭാഗത്ത് ഇങ്ങനെയാണ്. ദജ്ജാലിനെ പറ്റി ഞാൻ പറയാനിരിക്കുമ്പോഴാണ് തമീമുദ്ദാരി വന്നത്. തമീമുദ്ദാരി ദജ്ജാലിനെ കണ്ട വിവരവും എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതിന്റെ കൃത്യതയാണ്. അതുകൊണ്ട് ഞാൻ തമീമുദ്ദാരി പറഞ്ഞതിൽ നിന്ന് തുടങ്ങുകയാണെന്ന് പറഞ്ഞ പുണ്യ റസൂൽ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ലോകത്തൊരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. നമ്മൾ വളരെ ചിന്തിക്കേണ്ടത്, ആകാശത്ത് നിന്ന് ഇനി ഇറങ്ങാനുള്ള ആളല്ല ദജ്ജാൽ. ഭൂമിയിൽ മുത്ത റസൂലിന്റെ കാലം മുതലേ ചെങ്ങലക്കിട്ട ഒരാളാണ്. ഭൂമിയാകെ സദാസമയവും ചുറ്റുന്ന ഒരാളുണ്ട്, ഇബ്ലീസ്. അവൻ എവിടെ ചുറ്റാൻ കഴിയും? അവന് ഒറ്റച്ചാട്ടത്തിന് ആകാശത്തെത്താൻ കഴിയുമായിരുന്നു എന്ന് സൂറത്തുൽ ജിന്നിലുണ്ട്. അവന് മാത്രമല്ല, അവന്റെ ആളുകൾ ആകാശത്തേക്ക് ഒരു ചാട്ടത്തിന് ഇബ്ലീസിന്റെ അനുയായികൾക്ക് പോലും, ഇബ്ലീസ് പോകട്ടെ, ഇബ്ലീസ് അല്ല, ഇബ്ലീസിന്റെ അനുയായികൾക്ക് പോലും ഒരു ചാട്ടത്തിന് ആകാശത്ത് സ്പർശിക്കാൻ കഴിയുമായിരുന്നു എന്ന് ഖുർആനിലുണ്ട്. പിന്നീട് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വന്നപ്പോൾ ആകാശത്ത് നിന്ന് അവരെ വിരോധിച്ചതാണ് എന്നത്. അപ്പോൾ പിന്നെ ഭൂമിയിൽ ഒറ്റച്ചാട്ടത്തിന് ആകാശത്ത് പോയിരിക്കാൻ മലക്കുകളുടെ സംസാരം ആലമുൽ മലക്കൂത്തിൽ
അലഫുൽ മലായികത്തിൽ മലായികത്തിന്റെ സംസാരം നേരിട്ട് കേൾക്കാൻ വേണ്ടി ഇബ്ലീസിന്റെ ചോട്ടാ അനുയായികൾ പോലും ആകാശത്ത് പോയി ഇരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഭൂമിയിൽ ഓടിക്കളിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? അപ്പോൾ ഇവിടെ സദാസമയം ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ സദാസമയവും ഇബ്ലീസിന്റെ ഒരു വൃന്ദം, ഇബ്ലീസിന്റെ ആളുകൾ ദജ്ജാലിനോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദജ്ജാലിന് വായക്ക് ചങ്ങല കിട്ടിയിട്ടില്ല. ദജ്ജാലിന്റെ വായ പൂട്ടിയിട്ടില്ല. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനോട് ദജ്ജാൽ നേരിട്ട് സംസാരിച്ച കഥ പറഞ്ഞിട്ടുണ്ട്. ആര്? മുസ്തഫ. ഇത് ബഹുമാനപ്പെട്ട സ്വഹീഹിൽ വളരെ വ്യക്തമായി ലോകത്തൊരാൾക്കും തർക്കമില്ലാത്ത വിധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദജ്ജാൽ ചിന്തിക്കുന്നവരാണ്, ശക്തനാണ്, ലഅനത്തുല്ലാഹി അലൈഹി. ലോകത്തെ എല്ലാ വിഘടനവാദങ്ങളുടെയും തിന്മയുടെയും പൂർത്തിഭാവമാണ്. ഈ തിന്മകൾ മുഴുവൻ ശ്രദ്ധിക്കണേ, ഈ തിന്മകൾ മുഴുവനും അവനിൽ നിന്ന് ഉരുണ്ടുവരുന്നതാണ്. അതിൽ ലോകത്തെ രണ്ട് ശക്തന്മാർ കൂടിച്ചേരും. ഒന്ന് ജിന്നുകളിൽ ദജ്ജാൽ, ജിന്നുകളിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവനും നിസ്സാരപ്പെട്ട ആളൊന്നുമല്ല. അവന്റെ യോഗ്യത കാരണം അവനെ അസാസീൽ എന്നാ വിളിച്ചിരുന്നത്, ലഅനത്തുല്ലാഹി അലൈഹി. പിന്നീട് അവനെ അള്ളാഹു ഓടിച്ചപ്പോഴാണ് അവൻ ഇബ്ലീസ് എന്ന പേര് വന്നിട്ടുള്ളത്. ഭയങ്കര ആളല്ലേ? എല്ലാവിധ വിജ്ഞാനങ്ങളും ലഭിച്ചതിന് ശേഷവും സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് എല്ലാവിധ വിജ്ഞാനവും ലഭിച്ചതിന് ശേഷവും സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്തു വരാനുള്ള സബബാകാൻ ഇബ്ലീസിന് കുതന്ത്രം കൊണ്ട് കഴിഞ്ഞില്ലേ? ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോൾ അവന്റെ ബുദ്ധി എത്രയാ? 2, മനുഷ്യർക്കിടയിൽ അതിശക്തനായ ദജ്ജാലും. അതൊരു സൂപ്പർമാനാണ്. സൂപ്പർമാൻമാരെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അമേരിക്കക്ക് ദജ്ജാലിനെ കുറിച്ച് നേരത്തെ അറിയും. ദജ്ജാൽ ഒരു ദിവസം കൊണ്ട് ചാടുകയല്ല, ദജ്ജാൽ ചാടാനുള്ള സമയം അവർക്കറിയും. അപ്പോൾ ദജ്ജാലിന് സമാനമായ ആളുകളെ സൃഷ്ടിച്ച് മനുഷ്യന്റെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തുകയാണ്. സ്പൈഡർമാൻ അതിന്റെ ഉദാഹരണമാണ്. 180 നിലയുള്ള മുകളിലേക്ക് സ്പൈഡർമാൻ പിടിക്കാൻ ഒറ്റക്കേറ്റു. ദുബായിൽ കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ മുകളിലേക്ക് സ്പൈഡർമാൻ കയറിയ ദൃക്സാക്ഷി എന്നോട് പറഞ്ഞു. ഏത് കെട്ടിടം നിങ്ങൾ ചിന്തിക്കണം. ഏതാ കെട്ടിടം? ഗ്രാനൈറ്റിന്റെയും മാർബിളിന്റെയും മനോഹരമായ വെണ്ണക്കല്ലുകൾ കൊണ്ട് മനോഹരമാക്കി അലങ്കരിച്ച കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ കയറി. ഇത് കഥയല്ല, ഇത് യാഥാർത്ഥ്യം. ആരാ ഇതിന്റെ പിന്നിൽ? ജൂഡായിസം. അങ്ങനെയുള്ള ആളുകളെ സൃഷ്ടിക്കുന്ന ഒരു തത്രപ്പാട് പണി ഇവിടെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ നമ്മൾ ചിന്തിക്കണം. വളരെ വ്യക്തമായ ചതി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മസ്തിഷ്കങ്ങളെ പൂർണ്ണമായി അവർ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെ കുട്ടികൾ ആ പരുവത്തിലും വിധത്തിലുമായിരിക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിനോദങ്ങൾ, ആഗോളവൽക്കരണം നൽകപ്പെട്ട ചില വിനോദങ്ങൾ, ആ വിനോദങ്ങളിൽ നമ്മളെ കുട്ടികൾ അകപ്പെട്ടതിന്റെ പിന്നിൽ പോലും, ഇന്നത്തെ നമ്മുടെ ഫുട്ബോളിന്റെ പിന്നിൽ പോലും, അതിന്റെ ജ്വരത്തിന്റെ പിന്നിൽ പോലും സത്യത്തിൽ ജൂഡായിസത്തിന്റെ കൈയുണ്ടെന്ന് മനസ്സിലാക്കുക. ആരാ? ഫിഫ, ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ. അത് മുഴുവനും ജൂതന്മാരുടെ കയ്യിലാണ്. ആരാതിന്റെ പിന്നിൽ കളിക്കുന്നത്? ജൂതന്മാർ. അല്ലാതാരാ? വളരെ ഗൗരവമായി ചിന്തിക്കണം. എല്ലാ നിലയിലും ചതി നടക്കുന്നു. അതുകൊണ്ട് നമ്മൾ ബുദ്ധിയില്ലാത്തവരായി പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമായ അറിവ് നൽകിയിട്ടുണ്ട്. ആ അറിവ് വെച്ച് പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ സന്ദേശത്തെ നമ്മൾ തിരിച്ചറിയണം എന്ന് നമ്മൾ കൂട്ടിയിട്ട് പഠിക്കണം. പണ്ഡിത വിദ്യാർത്ഥികൾ അവരുടെ സമയം ഇത്തരം കാര്യങ്ങളിൽ വിനിയോഗിക്കണം. ഇനി അതാണ് ആവശ്യം. ദജ്ജാലിനെ കുറിച്ച് മനുഷ്യൻ അശ്രദ്ധരാകുമ്പോൾ അവൻ പുറപ്പെടുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ അങ്ങനെ പറഞ്ഞു. ദജ്ജാലിനെ കുറിച്ച് മനുഷ്യൻ അശ്രദ്ധരാകുമ്പോൾ അവൻ ഇറങ്ങി വരും. ദജ്ജാലിന്റെ സാന്നിധ്യം ഏത് കാലത്തും. മാ മിൻ നബിയ്യിൻ ഇല്ലാ ഹുവ അൻദറ ഖൗമഹു അനിൽ അഅ്വദിൽ കദ്ദാബ്. ഈ കള്ളനും നീചനുമായ
ഈ അയാഥാർത്ഥ്യത്തിന്റെയും ഈ ബാത്തിലിന്റെയും വക്താവിനെ പറ്റി പറയാത്ത, തന്റെ ജനതയെ പേടിപ്പിച്ചു പറയാത്ത ഒരു നബിയുമില്ല. അപ്പോൾ ആ നബിയുടെ കാലത്തും ദജ്ജാൽ കുഴപ്പമുണ്ടാക്കി ഇറങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ. കുഴപ്പമുണ്ടാക്കി ഇറങ്ങൽ വേറെ, കുഴപ്പമുണ്ടാക്കൽ വേറെ. കുഴപ്പമുണ്ടാക്കാൻ ഇറങ്ങണമെന്നില്ലല്ലോ, ഇങ്ങനെ വേണ്ടല്ലോ. ഏറ്റവും വലിയ കുറ്റവാളികൾ പിടിക്കപ്പെട്ടാൽ അവർ നേരെ ജയിലിൽ കിടക്കും. പക്ഷെ അവര് മെസ്സേജ് വഴി അവരുടെ അനുയായികളെ കൊണ്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കി. അതുകൊണ്ടാണല്ലോ ജയിലിൽ കയറുമ്പോൾ മൊബൈൽ പിടിച്ചു വാങ്ങുന്നത്. കുറ്റവാളിയുടെ മൊബൈൽ ജയിലിന്റെ സെല്ലിൽ വെച്ച് പിടിച്ചു വരുന്നത് വാർത്തയായി വരുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ ആളുകൾ പുറത്തുണ്ടാവും. ദജ്ജാലിനാകുമ്പോൾ ഒരിക്കലും അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മൊബൈലിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അയാളുടെ ആളുകൾ സദാസമയവും അയാളെ കൂടെയുണ്ട്. വളരെ നമ്മൾ ചിന്തിക്കണം. ഭൂമിയിൽ ഒരു സ്ഥലമുണ്ടല്ലോ, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ, ബർമുഡ ട്രയാങ്കിൾ. എന്താണത്? വെള്ളത്തിൽ ഇബ്ലീസിനെ പേടിക്കണമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രത്യേക ഏരിയയാണ്. ഈ ഏരിയയെ പറ്റി പഠനം നടത്തിയവരെല്ലാം അത് ഷെയ്ത്താന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഷെയ്ത്താന്റെ ഏരിയയാണ്. ഞാൻ ആ ഭാഗത്തേക്കൊക്കെ പിന്നീട് വരാം. അപ്പൊ ഷെയ്ത്താന്റെ ഇബ്ലീസ് ഇതൊന്നും ഇല്ല എന്ന് പറയരുത്. ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടല്ലോ. അതുകൊണ്ട് കാര്യത്തെ ഗൗരവമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. ഏത് കാലത്തും അവന്റെ ബന്ധങ്ങൾ ഇന്നുണ്ട്. അവൻ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ ആളുകൾ നാട്ടിലാകെ ഓടി നടന്നുകൊണ്ടിരിക്കുന്നു. അവരെ വർക്ക് ഭയങ്കര. ഇന്ന ശൈത്താനെ യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ് ദമി. രക്തത്തിൽ പോലും നടക്കുമെന്ന് പറഞ്ഞാൽ രക്തത്തിൽ നടക്കുന്നു മാത്രമല്ല, രക്തത്തിൽ പോലും നടക്കുന്നു. എല്ലായിടത്തും നടക്കും ഇബ്ലീസ്. മൽഊനായ ഇബ്ലീസ്, ഇബ്ലീസിന്റെ സന്തതികൾ ജിന്നിലുണ്ടായാൽ, ശ്രദ്ധിക്കണേ, ഇബ്ലീസിന്റെ സന്തതികൾ ജിന്നിലുണ്ടായാൽ അവർ ശൈത്താനായി. ഇബ്ലീസിനെയും ദജ്ജാലിനെയും അനുധാവനം ചെയ്യുന്ന ആളുകൾ ഇൻസിലുണ്ടായാൽ അവരും ശൈത്താനായി. ഇനി ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ? അതുണ്ടാവുമല്ലോ. കദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ അദുവ ശയാത്തീനൽ ഇൻസി വൽ ജിന്ന് യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഖുറൂറാ. അവർ തമ്മിൽ വകദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ അദുവ, ഏത് നബിക്കും അല്ലാഹു തആല ശത്രുവിനെ വെച്ചിട്ടുണ്ട്. ആരാണത്? ശയാത്തീനൽ ഇൻസി വൽ ജിന്ന്. ഇൻസ് ശൈത്താന്മാരും ജിന്ന് ശൈത്താന്മാരും. ഇൻസിൽ ഏറ്റവും വലിയ ശൈത്താൻ ദജ്ജാലാണ്, പിന്നെ അവന്റെ ആളുകൾ.